എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടിയും അമ്മച്ചായനും ഗ്രേസിയമ്മയും കൂടി കുരിയാച്ചൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്നപ്പം ഫ്രണ്ടിൽ ഡോർ അടച്ചിട്ടേക്കുക. അന്നേരം അമ്മച്ചായൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നമ്മൾ വരും എന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും വീട് പൂട്ടി പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അകത്തുനിന്ന് കുരിയാച്ചൻ ഇറങ്ങി വരും. ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ ആരുമില്ല എന്ന് ഞങ്ങൾ കരുതിയെന്ന്. അന്നേരം കുരിയാച്ചൻ പറയും, ഈ ഫ്രണ്ട് ഡോർ അടച്ചു കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്നതൊന്നും അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് കയറി വരാൻ പറയുന്നു. അതിൻ്റെ കൂടെ രേവതിക്കുട്ടിയെ കാണുമ്പം ഇത് ആരുടെ മോളാ എന്ന് വയ്ക്കും. അന്നേരം ഗ്രേസിയമ്മ പറയും, ഞങ്ങളുടെ മോളാന്ന്. അന്നേരം കുരിയാച്ചൻ പറയുവാണ്, പിന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ മോള് വേറെ ഇല്ല എന്ന് എനിക്കറിയാം, ഒരു മോളുള്ളത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലല്ലേ, അപ്പോൾ പിന്നെ ഇതാരാ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയും, ഇവളെ ഞങ്ങൾ മോളായിട്ട് ദത്തെടുത്തതാണ് എന്ന്. അന്നേരം കുരിയാച്ചൻ പറയുവാണ്, അതേതായാലും നന്നായി, ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കൂടി ഒന്ന് സംഘടിപ്പിച്ചതായെന്ന്. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കും, അതെന്തിനാ കുരിയാച്ചൻ ഇങ്ങനെ ഒരാൾ, മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്ന് ചോദിക്കും. അന്നേരം കുരിയാച്ചൻ പറയുന്നുണ്ട്, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം അവനവൻ്റെ കാര്യം നോക്കി പോയി, ഞങ്ങൾ 2 പാഴ്ജന്മങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അപ്പോഴത്തേക്കും അകത്തുനിന്ന് കുരിയാച്ചൻ്റെ വൈഫ് ഇറങ്ങി വരും. അന്നേരം അവിടെ തന്നെ നിന്നങ്ങ് സംസാരിക്കുവാണ്, അകത്തേക്ക് കയറി വരുന്നില്ലേന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരുടെ സന്തോഷത്തോടെ അകത്തോട്ട് കയറി ചെല്ലുവാണ്. അകത്ത് ചെന്ന് അവർ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. അന്നത്തേക്കും ചായയും കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് കുരിയാച്ചൻ്റെ വൈഫും വരുന്നുണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ട് കഴിക്കുക, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറ എന്ന് പറഞ്ഞ് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് കുരിയാച്ചൻ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മാമച്ചായൻ പറയുവാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു അപേക്ഷയായിട്ടാണ് എന്ന്. അന്നേരം കുരിയാച്ചൻ ചോദിക്കും, എന്നോടോ അപേക്ഷയോ? ഈ വീടിൻ്റെ അകത്ത് ചൊറിയും കുത്തിയിരിക്കുന്നത് എന്നോട് എന്നാ അപേക്ഷ വയ്ക്കാനാ? പൈസയുടെ കാര്യമല്ല എന്ന് എനിക്കറിയാം, കാരണം മാമച്ചായൻ്റെ അക്കൗണ്ടിൽ കോടികളുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം മാമച്ചായൻ പറയും, കോടികളൊന്നുമില്ല, പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല, പിന്നെ അതുമല്ല എൻ്റെ ആവശ്യം എന്ന് പറയും. പിന്നെ എന്താ ആവശ്യം, ഏതായാലും കാര്യം പറ എന്ന് പറയും. അന്നേരം മാമച്ചായൻ പറയുവാണ്, ഞാൻ പറഞ്ഞ ശരിയാകിയല്ല, ഗ്രേസിയമ്മ പറയുമെന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയും, ആ കാര്യം പറയുന്നതിന് മുമ്പ് ഇവളുടെ കഥ ഞാൻ പറയണം, എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്ന്. അന്നേരം കുരിയാച്ചൻ്റെ വൈഫ് പറയുന്നുണ്ട്, എങ്കിലും ആ കഥ പറ, അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പറ എന്ന് പറയുവാണ്. അങ്ങനെ സ്നേഹസദനത്തിൽ പോയി രേവതിക്കുട്ടിയെ ആദ്യം വീട്ടുജോലിക്കായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതും അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവളെ മകളായിട്ട് കണ്ടു തുടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ രേവതിക്കുട്ടിയും അലീനയും ഒരു മനസ്സും ഒരു ഹൃദയമായിട്ട് ജീവിച്ചതും രണ്ടുപേരും കൂടപ്പുറപ്പുകളെ പോലെ ആയിരുന്നു ഒന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം അലീനയുടെ കാര്യം പറയുന്നുണ്ട്. ഇവളുടെ കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് അലീന, ഇവളേക്കാൾ നല്ല സ്വഭാവമാണ്, വീട്ടിൽ വരാറൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ, ഇവളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ അലീനയും കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇങ്ങനെ പാലായിൽ ഒരു വീട്ടിലേക്കാണ് ജോലിക്കായിട്ട് പോയത്. അവൾക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അത് കഥ ഞാൻ പിന്നെ പറയാമെന്നും പറയും. എന്നിട്ട് പറയുവാണ്, ആ വീട്ടിലെ പയ്യനെ ഇന്ന് പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, പാലാ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന്. അന്നേരം കുരിയാച്ചൻ ചോദിക്കും, ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയാണോ അവൻ പീഡിപ്പിച്ചത് എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ആ പെൺകുട്ടി വേറെയാണ്, പക്ഷേ അലീനയെ ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു, അതെന്തിനാണ് എന്ന് അറിയത്തില്ല എന്ന് പറയും. അന്നേരം കുരിയാച്ചൻ ചോദിക്കും, അതെന്തിനാ ആ പെൺകുച്ചിനെ അറസ്റ്റ് ചെയ്തത് എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതെന്തിനാണെന്നാണ് ഞങ്ങൾക്കും അറിയാത്തത്, പക്ഷേ ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലും ഇന്ന് വിടണമല്ലോ, ആ ലക്ഷണമൊന്നും കാണുന്നില്ല, പോലീസുകാരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്, ആ കാര്യം പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പം പിന്നെയും കുരിയാച്ചൻ ചോദിക്കുക, ഈ കാര്യവും കഥയും ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇതൊക്കെ എന്നോട് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുവാണ് കുരിയാച്ചൻ. അങ്ങനെ നിഷേധാർത്ഥത്തിൽ പറയുന്നൊന്നുമല്ല, ആൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അന്നേരം കുരിയാച്ചൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഇതെന്താ കുരിയാച്ചൻ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ മീരമോളുടെ അച്ഛൻ പാലായിൽ DYSP അല്ലേ, ആ വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മേലെ എന്ന് ചോദിക്കുക. മീരമോൾ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മകൻ ജോബിച്ചൻ്റെ ഭാര്യയാണ്, അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അന്നേരം കുരിയാച്ചൻ പറയുന്നുണ്ട്, ആ DYSP ഞാൻ മുഖത്തോട് മുഖം നോക്കുകയില്ല, സംസാരിക്കുകയില്ല എന്ന്. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കും, ഈ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ആ പിണക്കമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുരിയാച്ചൻ പറയുന്നുണ്ട്, ആ പിണക്കമൊക്കെ അയാൾക്ക് സ്വന്തം മോളോടും മരുമോനോടും ഒക്കെ മാറി, കുഞ്ഞുണ്ടായതിന് ശേഷം അവരെ വീട്ടിലോട്ട് ക്ഷണിക്കുകയും ഗുരുവായൂരിൽ കൊണ്ട് കുഞ്ഞിന് ചോറൂണ് നടത്തുകയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു, ഒരു പ്രശ്നമില്ല, ഭയങ്കര ഇഷ്ടമാണ് അവരെ, പക്ഷേ എന്നെ കണ്ണെടുത്താൽ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അന്നേരം കുരിയച്ചൻ്റെ വൈഫ് പറയുന്നുണ്ട്, അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങേരോട് പറഞ്ഞപ്പം ഇങ്ങേരെ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തു. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന് ശേഷം പെൺകൊച്ചെന്നും വീട്ടിലോട്ട് ചെല്ലുമായിരുന്നു, അതുകൊണ്ട് തന്നെ DYSP ഈ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് അവരൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറിയപ്പോഴാണ് DYSP കാര്യം അറിയുന്നത്. നേരെ പോയി ഇവളെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ചെന്നു. അന്നേരം DYSP അറിഞ്ഞിട്ടില്ല ഇവരുടെ വിവാഹം 2-3 മാസം മുമ്പ് കഴിഞ്ഞുവെന്ന്.
അങ്ങനെ പ്രശ്നമായി ജോബിച്ചിനെ സെല്ലിൽ കയറ്റിയിട്ട് ഒന്ന് ഇടിച്ച് പരിപ്പെടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് കുര്യച്ചൻ പോയി ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുവാണ് അവിടുത്തെ SPനെ. അന്നേരം ഇവരെ രണ്ടുപേരെ റിലീസ് ചെയ്തു. ജോബിച്ചിനെയും മീരേനെയും സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങേർക്ക് ഭയങ്കര നാണക്കേടായല്ലോ. അതിൻ്റെ ഒരു വാശിയും ദേഷ്യവും ഇതുവരെ കുര്യച്ചനോട് മാറിയിട്ടില്ല. അതാണ് കാര്യം. അപ്പം ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം കുര്യച്ചൻ്റെ വൈഫ് പറയുന്നുണ്ട്, നമുക്ക് മീരയെ കൊണ്ട് പറയിപ്പിക്കാം, മീര പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും എന്ന്. അന്നേരം നമ്മുടെ മാമച്ചാൻ്റെ സംശയം, ആ കൊച്ചു പറയും എന്ന് ചോദിക്കുമ്പം അവർ ഓടി വന്ന് എന്നോടൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാനാണ് നടത്തി കൊടുത്തത്. അവിടെ ഞാൻ ജാതിയും അതും ഒന്നും നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് കേൾക്കുമെന്ന് പറയുന്നു, എന്നിട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുക. അതിനു മുമ്പേ മാമച്ചായൻ പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, അലീനെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വെച്ചേക്കുന്നത് എന്നും അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയണം, ഇല്ലെങ്കിൽ അവളെ റിലീസ് ചെയ്യണം, ഇത്രയും ആവശ്യമുള്ളൂ എന്ന് പറയുമ്പം അത് ന്യായമായ കാര്യമാണെന്ന് കുര്യച്ചൻ പറയുന്നുണ്ടായിരുന്നേ. ഫോൺ വിളിക്കുമ്പോൾ ഈ ജോബിച്ചനും മീരയും അവരുടെ കുഞ്ഞും കൂടെ പുറത്തായിരുന്നു. അവർ കൊച്ചിന് വാക്സിൻ എടുക്കാൻ പോയേക്കുമായിരുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന ടൈമാണ്. അന്നേരം വീട്ടിലോട്ട് വീട്ടിലിങ്ങനെ ഗ്രേസിയമ്മ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ആകെ പനിക്കോളൊക്കെയാണ്, അതുകൊണ്ട് ഇപ്പോൾ വന്നില്ല എന്ന് പറയും. പക്ഷേ കുര്യച്ചൻ സമ്മതിക്കില്ല. കുര്യച്ചൻ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഇതുപോലെ വാക്സിനൊക്കെ എടുത്തതാണ്, അങ്ങനെ വാക്സിൻ എടുത്താൽ എങ്ങനെയാണ് പനി ഉണ്ടാകുന്നതെന്നും എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ, ഒരമണിക്കൂർ യാത്രയല്ലേ എന്ന് കുര്യച്ചൻ പറയും. പിന്നെ അതിനെ എതിർക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് എന്നാൽ വന്നേക്കാം എന്ന് പറയുവാണ് ജോബിച്ചൻ. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ DYSPയുടെ ഫ്രണ്ടിലോട്ട് അലീനയെ കൊണ്ടുവരുന്നു. എന്നിട്ട് അലീനയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അലീനയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നീ അവിടുത്തെ ഹോം നേഴ്സ് അല്ലായിരുന്നു, പിന്നെ എന്തിനാ വീട്ടു ജോലിയും കൂടെ എടുത്തത്, അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയും, അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്തതിന് ശേഷം സമയം മിച്ചം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ എന്ന് പറയും. എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് ചോദിക്കും. അന്നേരം 10,000 രൂപയായിരുന്നു ആദ്യം, ഇപ്പോൾ കൂട്ടി കിട്ടുന്നുണ്ടെന്ന് പറയും. അന്നേരം അങ്ങനെ ചോദിക്കുവാണ്, ഈ ശമ്പളം കൂട്ടിക്കൊടുത്തു കൂടാതെ വേറെ ടിപ്പ് നിനക്ക് കിട്ടാറുണ്ടോ എന്ന്. അന്നേരം അലീന ഇല്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ചോദിക്കുവാണ്, എങ്ങനെയാ ബാലേന്ദ്രൻ മാത്രമേ ടിപ്പ് തരാറുള്ളൂ, ബാക്കിയുള്ളവരും തരാറുണ്ടോ എന്ന്. അന്നേരം എനിക്ക് അങ്ങനെയൊന്നും കിട്ടാറില്ല സാർ എന്ന് പറയുമ്പം, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീയും ബാലേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടോ, അതുകൊണ്ടാണ് അയാളുടെ ഭാര്യ അവിടുന്ന് പിണങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പം അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അലീന പറയും, ഈ കഥയൊക്കെ ആരാ സാറിനോട് പറഞ്ഞത് എന്ന്. അന്നേരം അതെ, അങ്ങോട്ട് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയിട്ടൊന്നുമില്ല, ഒരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലാണ്, അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ എടുത്തു ചോദിക്കുവാണ്, അവിടുത്തെ വെറും വീട്ടുജോലിക്കാരിയായ നിന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് എന്ന്. അന്നേരം ചോദിക്കും, നിൻ്റെ വീട് എവിടെയാണ്? അന്നേരം അലീന പറയുവാണ്, ഞാൻ അനാഥയായിരുന്നു എന്നാണ് പറയുന്നത്, അതുപോലെ സ്നേഹസദനം എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിലായിരുന്നു എന്ന് പറയും. അന്നേരം അങ്ങനെ എടുത്ത് ചോദിക്കും, അനാഥയായിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ അല്ല എന്നല്ലേ, അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പം, ഞാനിപ്പം നിൽക്കുന്ന വീട്ടിലെ ആൾക്കാർ അതുപോലെ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അങ്ങനെ ചോദിക്കുവാണ്, ഈ ബാലേന്ദ്രൻ്റെ മകനായ രോഹിത്തും ഹരിശങ്കറും ശിവശങ്കറിൻ്റെ മകനായ ഹരിശങ്കറും കൂടി നിന്നെ റേപ്പ് ചെയ്തിട്ടില്ലേ എന്ന്. അന്നേരം അലീന ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വന്ന് അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, അങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് അവന്മാർ സമ്മതിച്ചല്ലോ എന്ന്. അന്നേരം ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ അലീനെ പല രീതിയിൽ അവർ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ്. അലീന, എനിക്ക് പരാതിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരുവുള്ളൂ എന്ന് പറയുമ്പം, പരാതിയില്ല, നിന്നെ റേപ്പ് ചെയ്തില്ലേ പോലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞ് പരാതി എഴുതി കൊടുക്കാൻ പറയുന്നു. അലീന അന്നേരവും കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ കലിപ്പ് മൊത്തം ഉണ്ട് SP-ക്കും അതുപോലെ DYSP-ക്കും SIക്കും ഒക്കെ. അത് കഴിഞ്ഞ് അലീന അവിടെ ഇരുത്തുവാണ്. ഇത് കാണുമ്പോൾ ആകെ വിഷമമാവുന്നുണ്ട് രോഹിത്തിന്. അപ്പോഴും ഒരു തൊലിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഹരി. അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ആ ചിരിയും നിപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. കൃഷ്ണമോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു കൂസലുമില്ല, എന്തൊരു ജന്മമായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് വാതിലടച്ച് റൂമിൽ കയറിയിരിക്കുകയാണ്. അവൾക്ക് നല്ല പേടി കാണും, കാരണം ഇവന്മാരുടെ ഫോണൊക്കെ എടുത്ത് പരിശോധിക്കുമ്പം അവളുടെ ആ സീനും അന്നത്തെ വീഡിയോയൊക്കെ കിട്ടുമോ എന്നുള്ള ടെൻഷൻ കാരണമായിരിക്കും മുറി കയറിയിരിക്കുന്നത്. അതൊന്നും കൃഷ്ണമോളോട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ രാത്രി വരെ അലീനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ സമയം SI വീട്ടിൽ പോയിട്ട് സിവിൽ ഡ്രസ്സിൽ വരുന്നുണ്ട്. എന്നിട്ട് അലീനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇനി അലീനെ ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ വൃത്തികെട്ട സ്വഭാവം കാണിക്കുകയും ചെയ്യും. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.